ഹലോ, നമുക്കിന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് വരുന്നത്. ഇന്നലെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് ആദ്യം ഫ്രണ്ട് പീസും നെക്കിനായി നമ്മൾ കട്ട് ചെയ്ത പീസും കൂടി നല്ല വശം ചേർത്ത് ഇതുപോലെ വി ഷേപ്പിൽ അടിച്ചെടുക്കാം. സെൻറ്റർ എത്തുമ്പോൾ സൂചി ഇതുപോലെ കുത്തി നിർത്തി മെറ്റീരിയൽ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വലിച്ചു പിടിക്കാതെ ഫ്രീ ആയിട്ട് വിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നെക്ക് മലന്ന് പോകും. ഇനി നമുക്ക് സെൻറ്ററിൽ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് ഇട്ട് കൊടുത്ത് ആ നെക്കിൻ്റെ പീസ് നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് പതിപ്പിച്ച് തയ്ച്ചു കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി ക്ലോത്ത് വലിച്ചു പിടിക്കാണ്ട് തിരിച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യാണ്ട് ഫ്രീ ആയി മെറ്റീരിയലിനെ വിട്ട് തയ്ച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു വൈറ്റ് ലേസാണ് സെൻറ്ററിൽ വെക്കാൻ എടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ച് വീതിയുള്ള വൈറ്റ് ലേസാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ഇത് ജോയിൻറ്റ് ചെയ്യാം. ഞാൻ 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. വീടാ കുനിപ്പിൻ്റെ പോർഷൻ എത്തുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് സൂചി കുത്തി നിർത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ആ വീ കിട്ടും. 2 പ്രാവശ്യം തയ്ച്ചോ അല്ലെ, അപ്പോൾ നമുക്ക് ഇട്ടൊക്കെ കഴിയുമ്പോൾ വിട്ടുപോരില്ല. ഇനി നമ്മൾ ഫ്രില്ലിനായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 പീസിൽ ഒരെണ്ണം നമ്മൾ 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ വലിയ പീസിൽ ഒരെണ്ണത്തിൻ്റെ ഒപ്പം അടിച്ച് ചേർക്കുക. അതിനുശേഷം നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ വെച്ച് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആണെങ്കിൽ നമ്മളിത് സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രില്ല് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ഫ്രില്ല് ചെയ്യാം. ഇതുപോലെ ലോങ് പീസിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് 2ആയി കട്ട് ചെയ്തതിൽ ചെറിയ പീസ് അടിച്ച് ചേർക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഷോൾഡർ കണ്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും എല്ലാം വരച്ചെടുത്ത് കട്ട് ചെയ്യാം. നമ്മുടെ ബാക്ക് നെക്കിന് എന്തോരം ഇറക്കം വേണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് ഇറക്കം വെക്കുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നൈറ്റി ഫ്രോക്കിനൊക്കെ അധികം ഇറക്കം വെക്കാറില്ലല്ലോ. ഇതുപോലെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്ത് ക്രോസ് പീസ് വെച്ച് നമുക്ക് മറിച്ചടിച്ചെടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് 2 ക്രോസ് പീസും ജോയിൻ ചെയ്ത് നല്ല വശത്ത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പതിപ്പിച്ച് തയ്ച്ചെടുക്കണം. സ്റ്റിച്ച് വിട്ടു പോകാണ്ടിരിക്കാനാണ്. അതിനുശേഷം ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടുക. ഇനി നമുക്ക് തുണി നിവർത്തിയിട്ടതിന് ശേഷം വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഷോൾഡറിൻ്റെ പോർഷനിലെ വേരിയേഷനൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. അതിനുശേഷം ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്കിട്ട് തയ്ച്ചെടുക്കാം. ഇനി ചെറിയ പഫ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പഫാണ് നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ചെറിയൊരു പഫ് നല്ല ഭംഗിയായിക്കോളൂ ഇതിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട്. ഇനി നമുക്ക് മെയിൻ മെറ്റീരിയലിലേക്ക് കൈ അടിച്ചു ചേർക്കാം. ഞാനിതുപോലെ കൈയുടെയും മെറ്റീരിയലിൻ്റെയും സെൻറ്റർ കണ്ടിട്ടാണ് കൈ എപ്പോഴും അടിച്ചു ചേർക്കാറ്. ചിലവർ നമ്മൾ അറ്റത്തിട്ടിങ്ങനെ മൊത്തത്തിൽ അടിച്ച് പോകാറുണ്ട്. പക്ഷേ എൻ്റെ വശം ഇങ്ങനെ തയ്ക്കുമ്പോഴാണ് ശരിയാവാറ്. അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് മൊത്തത്തിൽ അടിച്ചെടുക്കാം. ഇപ്പുറത്തെ കൈയും അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം സ്ലീവ് ഇതുപോലെ തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം. നമുക്കിനി നൈറ്റി ഫ്രോക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അടി മടക്കി തയ്ക്കുകയാണ്. അടി മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൈറ്റിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ബാക്ക് വശം കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ ടക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാവരും നല്ല ഷേപ്പിലല്ലേ നൈറ്റി ഫ്രോക്സൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുക. ടക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ നൈറ്റി ഫ്രോക്ക് ഇവിടെ ഭംഗിയായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതുപോലെ വെറൈറ്റി നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി. Thanks for watching.